മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാളം 2ന്റെ പാദവാർഷിക മൂല്യനിർണ്ണയത്തിൽ കഴിഞ്ഞ വർഷം നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എക്സാം എഴുതാനുള്ള സമയം ഇത് പ്രകാരം 2 മണിക്കൂറായിരുന്നു. ഇപ്പോൾ 2 മണിക്കൂർ 15 മിനിറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ 15 മിനിറ്റും കൂടെ നന്നായിട്ട് വിനിയോഗിക്കുക, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് മലയാളത്തിൽ കേരള പാഠാവലി ആയിക്കോട്ടെ, അടിസ്ഥാന പാഠാവലി ആയിക്കോട്ടെ, എല്ലാത്തിലും നമുക്ക് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ് ആദ്യത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. ഒന്നുകിൽ നമുക്ക് വല്ല കവിത തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല പാരഗ്രാഫ് പോലെ തന്നിട്ടുണ്ടായിരിക്കും, ഖണ്ഡിക തന്നിട്ടുണ്ടാവും. അപ്പോൾ കൂട്ടുകാർ തന്നത് വായിച്ച് മനസ്സിലാക്കുക, ചോദ്യങ്ങളും വായിച്ചതിന് ശേഷം ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒപ്പരം എന്ന് പറയുന്ന ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. ആ കിളിമൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ, പൂത്തിരി പൂക്കും പോലെ, ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്ന് പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾക്കൊത്തും തെറ്റിച്ചും തമ്മിൽ കലരുകയാണവർ. ഈ മൈതാനം എത്രയോ ധന്യം, കുഞ്ഞുപാദങ്ങൾ പുണർന്നതിൻ പുണ്യം. സുരേന്ദ്രൻ കാടങ്കോട് എഴുതിയ ഒരു കുഞ്ഞു കവിതയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ നോക്കാം, അവയുടെ ഉത്തരവും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? ആഹ്ലാദം, മത്സരം, വിദ്വേഷം, കിതപ്പ്. ഏതിനെയായിരുന്നു? ആഹ്ലാദത്തെയാണ്. ഉത്തരം എന്ന് പറയുന്നത് ആഹ്ലാദം. 2, പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത്. കൊച്ചു കിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. ആരായിരുന്നു? കൊച്ചു കിടാങ്ങൾ ആയിരുന്നു. 3, പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? കിതപ്പ്, മത്സരം, ധന്യത, തോൽവി. എന്താണ്? മത്സരമായിട്ടാണ് മാറുന്നത്. 4, മൈതാനത്തിന്റെ പുണ്യം എന്താണ്? കളിക്കാർ തമ്മിൽ മത്സരിച്ചത്, നിയമങ്ങൾക്കൊത്ത് കളിച്ചത്, കുഞ്ഞുപാദങ്ങൾ പുണർന്നത്, നിയമങ്ങളുള്ളത്. ഇതിലെ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? കുഞ്ഞുപാദങ്ങൾ പുണർന്നതാണ്. 5, ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാക്കുന്നത് എന്ത്? ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ്, ജയിച്ചേ മതിയാവൂ, ഉന്തും തള്ളും പാടില്ല, തോറ്റാൽ കിതക്കും. ഇതിൽ ഏതാണ്? കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് അഭിപ്രായക്കുറിപ്പാണ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോള്? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിച്ച്. പന്ത് കളിക്കാനൊരു പെൺകുട്ടി എന്ന പാഠത്തിലെ പ്രകാശിന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്ത ശ്രദ്ധിക്കൂ. ഇവിടെ താഴെ നമുക്കൊരു പത്രവാർത്ത കൂടെ തന്നിട്ടുണ്ട്. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശിന്റെ വാക്കുകളും പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കുറിപ്പായി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠഭാഗവും ഈ ഒരു സംഭവവും കൂടെ വിശകലനം ചെയ്തിട്ടാണ് എഴുതേണ്ടത്. കലവൂർ രവികുമാർ എഴുതിയ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടിയിൽ ഫുട്ബോൾ പ്രേമിയായ സുമംഗല ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കളിക്കാൻ എന്നെയും കൂട്ടുമോ എന്ന് ചോദിക്കുന്നു. സുമംഗലയോട് പ്രകാശൻ പെൺകുട്ടികൾക്ക് പറ്റിയ കളിയല്ല ഫുട്ബോൾ എന്ന് പറയുന്നു. അവന്റെ മറുപടി കേട്ട് മറ്റെല്ലാ കുട്ടികളും അത് ശരിവെക്കുകയും എന്നാൽ വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ മഞ്ഞക്കിളിയോട് അവന്റെ അമ്മ ഇങ്ങനെയല്ലെന്നും ഫുട്ബോൾ മാത്രമല്ല എല്ലാ മേഖലയിലും പെൺകുട്ടികൾക്ക് തുല്യ അവകാശമുണ്ടെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നു. കൂടാതെ ആദ്യകാലങ്ങളിൽ സ്ത്രീകൾ ലോക ഫുട്ബോൾ കളിച്ചിരുന്ന വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു. ആദ്യകാലങ്ങളിൽ പലതും പുരുഷന്മാരുടെ കുത്തകയായിരുന്നു എന്നും കാലം മാറിയപ്പോൾ അതെല്ലാം മാറിയെന്നും ഇന്നത്തെ തലമുറ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നും എല്ലാ അവസരവും എല്ലാവർക്കും ഒരുപോലെ തുല്യമാണെന്നും മനസ്സിലാക്കി കൊടുക്കുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തേത് ദൃക്സാക്ഷി വിവരണം എന്നുള്ളതാണ് അടുത്ത ഒരു പ്രവർത്തനമായിട്ട് ഉള്ളത്. ഇവിടെ എന്താണ്? സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണിത്. ഒരു കൂട്ടുകാർ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി എങ്കിൽ വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ച് എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നടക്കുന്നത് ഉറിയടിയാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. കൂട്ടുകാരെ, ആവേശമേറിയ ഉടിയല് മത്സരം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മനുവാണ് ഇനി ഉറിയടി മത്സരത്തിൽ അടുത്തതായി മത്സരിക്കാൻ പോകുന്നത്. മനുവിന്റെ കണ്ണുകൾ കെട്ടി അവനെ വട്ടം കറക്കി ഉറിയടിക്കാനായി പറഞ്ഞയക്കുകയാണ്. മനുവിന് കൃത്യമായ ഒരു ധാരണ ഇതിലുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
കൂട്ടുകാരെ, ഇരു കൈകളെ കൊണ്ടും വടി മുറുകെ പിടിച്ച് കൈ വട്ടത്തിൽ മുകളിലേക്ക് ഉയർത്തി ആഞ്ഞു വീശുകയാണ്. അതാ നമ്മുടെ പ്രിയങ്കരനായ മനു അത്ഭുതമെന്ന് പറയട്ടെ, 4ാമത്തെ വീശലിൽ തന്നെ കുടമുടഞ്ഞിരിക്കുന്നു. കയ്യടിപ്പിൻ, നമ്മുടെ പ്രിയങ്കരനായ മനു ഈ മത്സരത്തിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ്. അപ്പോൾ നടക്കുന്ന കാര്യമാണ് നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എഴുതാൻ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതാ ചെയ്യുന്നു, അതാ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുതണം. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനമാണ്. പ്രവർത്തനം എ പോസ്റ്ററാണ്. ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളികളും കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ 30 പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. അവ നമുക്ക് എങ്ങനെ എഴുതാം? രസക്കളി 2025 കായിക നിമിഷങ്ങളുടെ ഓർമ്മകളിലൂടെ. നിങ്ങൾ കണ്ട കായിക ഉത്സവത്തിന്റെ നല്ല ഓർമ്മകളിലൂടെ ചിത്രങ്ങൾ, വിവരങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് പതിപ്പ് പ്രകാശനം പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കുന്നു. തീയതിയും സമയവും എഴുതി കൊടുക്കുക. എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ എഴുതേണ്ടതുള്ളൂ. ഇനി ഇതിലെ B ചോദ്യം നോക്കാം. വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏതു കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? മീൻ വായിലോട്ടം, വടംവലി, 3 കാലിലോട്ടം. ഏതാണ്? വടംവലിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രവർത്തനം 5 ഡയറി കുറിപ്പാണ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയിയെ നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേ ദിവസം തകാഹാഷി എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് സങ്കല്പിച്ച് എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ എന്തെഴുതുക? ഡേറ്റും തീയതിയും അതുപോലെ തന്നെ ദിവസവും നിങ്ങൾ എഴുതി കൊടുക്കുക. അതിനുശേഷം ഒരിക്കലും മറക്കാൻ കഴിയാത്തതുമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം പങ്കെടുത്ത എല്ലാ മത്സരങ്ങളിലും എനിക്ക് വിജയിക്കാനായി. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ വലിപ്പം അധികമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ കളിയാക്കലുകൾ ഒക്കെ മാറ്റി അതിന് മറുപടി കൊടുക്കാനും വിജയം കാണിക്കാനും സാധിച്ചു. മീൻ വായിലോട്ടം മത്സരമായിരുന്നു ആദ്യം നടന്നത്. എല്ലാ കുട്ടികളും മീനിന്റെ വയറ്റിലൂടെ ഓടാൻ പ്രയാസപ്പെട്ടപ്പോൾ എനിക്ക് അനായാസമായി ചെയ്യാൻ സാധിച്ചു. പിന്നീട് നടന്ന റിലേ മത്സരത്തിലും ഞാൻ തന്നെ വിജയം ആവർത്തിച്ചു. എല്ലാ അധ്യാപകരും എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കോമ്പയാഷി മാസ്റ്റർ എനിക്ക് ഒട്ടേറെ സമ്മാനങ്ങൾ കൈമാറി. ഇനിയും ഇതുപോലെ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തകാഹാഷി എഴുതേണ്ടത്, അല്ലേ? അപ്പം അങ്ങനെയായിരിക്കും നമ്മുടെ തകാഹാഷി എഴുതിയിട്ടുണ്ടായിരിക്കുക. ഇനി പിടിക്കാവുന്ന 1-2 പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശം നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ, കൊട്ടയിൽ വാരി, ജാഗരൂകത. ഏതായിരുന്നു? ഓട്ടക്കൈ എന്നുള്ളതായിരുന്നു. പ്രവർത്തനം 6 അനുഭവക്കുറിപ്പാണ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. മഴയിലും വെയിലത്തും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാവും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളും ഒരുപാട് കളികളൊക്കെ ഏർപ്പെട്ടിട്ടുള്ളതാണ്, കളിച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയും നിങ്ങൾ ജയിക്കുകയോ തോൽക്കുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് നിങ്ങൾ അവിടെ എഴുതുക. B ചോദ്യം. വാലെ പിടിച്ചും വലിച്ചും പിന്നെ ആരുടെ വാലിൽ? അരയന്നങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ. ആരാണ്? വാനരന്മാരുടെ ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരവും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. നമ്മൾ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ പോയിട്ട് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.